ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബോട്ടിൽ ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ വേസ്റ്റാക്കി കളയുന്ന ഈത്തപ്പഴത്തിൻ്റെ സീഡ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ത്രെഡ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കോട്ടൻ്റെ ത്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൂളൻ ത്രെഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഏതും വേണമെങ്കിലും യൂസ് ചെയ്യാം. ത്രെഡ് ചുറ്റി കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് വേണം ചുറ്റി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ത്രെഡൊക്കെ ആകെ ലൂസായി പോവും. അപ്പോൾ ഞാൻ വേഗം തന്നെ ബോട്ടിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്റ്റെമ്മ് പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ബോട്ടിൽ ചുറ്റാൻ യൂസ് ചെയ്ത സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് പിക്ചറിൽ കാണുന്നൊരു ഡിസൈനിലാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഒട്ടിക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് വീഡിയോയിൽ എടുത്തിട്ടില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒട്ടിച്ച സ്റ്റെമ്മിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ സീഡ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സീഡ് ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഭാഗം മുകളിൽ വരുന്ന വിധത്തിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോളും യൂസ് ചെയ്യാം. ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഈത്തപ്പഴം ഉണ്ടാവും. അപ്പം കുരുവൊക്കെ കളയാണ്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലുള്ള ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ലീഫായിട്ട് ഞാൻ മത്തൻ്റെ സീഡും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കണം. സ്റ്റെമ്മിനും ലീഫിനും കൂടി ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ബോട്ടിൽ ത്രെഡ് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ബോട്ടിൽ ത്രെഡ് ഒട്ടിച്ചതിന് ശേഷം പെയിൻറ്റ് ചെയ്യുമ്പം ബാക്കി താഴത്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്നുകിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ സീഡിനും കൂടിയിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ കോപ്പർ മെറ്റാലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം കളറൊന്നും ഇല്ല. നിങ്ങളുടെ കയ്യിൽ വേറെ കളർ ഉണ്ടെങ്കിൽ നല്ല കളർ നോക്കിയിട്ട് കൊടുക്കുക. കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇപ്പം പെയിൻറ്റൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഉള്ള പെയിൻറ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടിലിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.